ഹലോ എവരിവൺ. അപ്പോൾ ഇന്ന് CUET ഫേസ് 5 ഡേ 3 നമ്മുടെ NIT കാലിക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ല മഴയുണ്ട് പുറത്ത്. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് തന്നെ എല്ലാം ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത് പോവുകയാണ്. കാരണം പുറത്ത് പോയി കഴിഞ്ഞാൽ അവിടെ പോയാലും ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. എങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ പോകുന്നുണ്ട്. ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, മുൻപത്തെ പോലെ തന്നെയാണോ സ്റ്റുഡൻസിന്, ഏതൊക്കെ പേപ്പേഴ്സ് ആണ് ഡിഫിക്കൽട്ട്, ഏതൊക്കെ പേപ്പേഴ്സ് ഈസി ആയി തുടങ്ങിയുള്ള എല്ലാ വിശേഷങ്ങളും നമുക്ക് കാണാം. പേരെന്താ? പേര് ജാസിം. എവിടുന്നാ വരുന്നത്? നാദാപുരം. ഇന്ന് ഏതൊക്കെ എക്സാം എഴുതിയ? ഇന്ന് മാത്തമാറ്റിക്സും പിന്നെ ബയോളജി. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ബയോളജി മോശമില്ല, മാത്തമാറ്റിക്സ് കുറച്ച് ലെങ്ത് ആയിരുന്നു. പേരെന്താ? അസിൻ. എവിടുന്നാ വരുന്നത്? ഞാൻ മലപ്പുറം. അപ്പൊ കോഴിക്കോട് എന്താ സെന്റർ കൊടുക്കാൻ? എന്തുകൊണ്ടാ കോഴിക്കോട്? സുഖമാണ്, മാവൂര് അതിന്റെ അടുത്താണ്. നിയറസ്റ്റ് ഇതാണ്. ഓക്കെ, അപ്പം ഏതൊക്കെ പരീക്ഷ എഴുതിയ? ഞാൻ എക്കണോമിക്സ്, ഇംഗ്ലീഷ്. ഇന്നലെ ഉണ്ടായിരുന്നു എക്സാം, 2 ദിവസമുള്ള എക്സാം. എക്കണോമിക്സ്, ഇംഗ്ലീഷ്, പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തം CUET എക്സ്പീരിയൻസ്? കുഴപ്പമില്ല. NCET ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ, ബയോളജി ഒക്കെ. പേരെന്താ? അബിൻ. എവിടുന്നാ വരുന്നത്? ഞാൻ മാവൂരടുത്താണ്. മാവൂരടുത്താണ്. അപ്പം ഏതൊക്കെ എക്സാം ഇന്ന് എഴുതിയത്? ഇന്ന് അപ്ലൈഡ് മാത്തമാറ്റിക്സ് ഉണ്ടായി, പിന്നെ ജനറൽ ടെസ്റ്റ്, പിന്നെ ഇംഗ്ലീഷ്. ജനറൽ ടെസ്റ്റ് സ്ലോട്ട് 1 എഴുതിയേ? ഇന്ന് എഴുതിയത് ഏതൊക്കെയാ? ബയോളജിക്കൽ സയൻസ്. ബയോളജി. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? മോഡറേറ്റ് ലെവല്. NCET പഠിച്ചാൽ കിട്ടും. പേരെന്താ? ദേവാങ്ക്. എവിടുന്നാ വരുന്നത്? അത്തോളി. അപ്പം ഇന്ന് ഏതൊക്കെ എക്സാംസ് എഴുതിയേ? ഇന്ന് ബയോളജിയും കെമിസ്ട്രി ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ? കുഴപ്പമില്ല. കെമിസ്ട്രി കുറച്ച് ടൈറ്റ് ആയിരുന്നു, ബയോളജി കുഴപ്പമില്ല. ബയോളജി കുഴപ്പമില്ല. ഐശ്വര്യ. എവിടുന്നാ വരുന്നത്? മലപ്പുറം, തിരൂര്. തിരൂരിന്നും കോഴിക്കോട് തന്നെയാണ് എളുപ്പത്താൻ സെന്റർ? അല്ല, ഞങ്ങൾക്ക് ഇവിടെ ജെയിന്റെ കോച്ചിങ്ങിന് ചേർന്നുണ്ട്, അപ്പോൾ അടുത്ത് അങ്ങനെ വന്നാണ്. അപ്പൊ ഇന്ന് ഏതൊക്കെ എക്സാം എഴുതിയ? ഇന്ന് അഗ്രികൾച്ചർ, കെമിസ്ട്രി, മാത്സ്. എങ്ങനെ ഉണ്ടായിരുന്നു? മാത്സിന് ടൈം കിട്ടിയില്ല, പിന്നെ അഗ്രികൾച്ചർ എളുപ്പമായിരുന്നു, പിന്നെ കെമിസ്ട്രി കുഴപ്പമില്ല. അപ്പോൾ സ്ലോട്ട് 1 എങ്ങനെ ഉണ്ടായിരുന്നു? സ്ലോട്ട് 1 ഫിസിക്സ് ആയിരുന്നു. ഫിസിക്സും ഇംഗ്ലീഷും ജനറലും, അത് കുഴപ്പമില്ല. ജനറൽ ടെസ്റ്റിന് സമയമൊക്കെ കിട്ടിയോ? സമയമൊക്കെ ഉണ്ടായിരുന്നു. പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു CUET ആയിട്ട്? ഞങ്ങൾക്ക് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ഒരു എക്സാം നടത്തിയിരുന്നു, കുറച്ച് കുട്ടികൾ വെച്ചിട്ട്. അതിൽ സെലക്ടഡ് സ്റ്റുഡൻസിന് മാത്രം ഫ്രീ കോച്ചിങ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഫ്രീ കോച്ചിങ് കിട്ടി. അപ്പം വേറെ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നോ CUET സംബന്ധിച്ച്? വേറെ ടൈമിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു, കുറച്ച് ടൈമില്ല. അത് ഏറ്റവും മാത്സിനായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. അപ്പോൾ മൊത്തം CUETക്ക് ഒരു 10 എത്ര റേറ്റിംഗ് കൊടുക്കും? 8.5 ഒക്കെ. പിന്നെ ഏത് യൂണിവേഴ്സിറ്റി, ഏത് കോഴ്സ്? ഡൽഹി യൂണിവേഴ്സിറ്റി BSc ഫിസിക്സ് ആണ് നോക്കിയത്. ഡൽഹി യൂണിവേഴ്സിറ്റി. ഏത് യൂണിവേഴ്സിറ്റിയാണ് നോക്കുന്നത്? യൂണിവേഴ്സിറ്റി ഡൽഹി, പിന്നെ മഹാത്മാഗാന്ധി സെൻട്രൽ യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി. കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റി എല്ലാം നോക്കി വെച്ചിട്ടുണ്ട്. കോഴ്സ് 1-2 കോഴ്സ് നോക്കുന്നുണ്ട്. മെയിനായിട്ട് BCA, പിന്നെ BSc കമ്പ്യൂട്ടർ സയൻസ്. ഈ 2 കോഴ്സുകളാണ് നോക്കുന്നത്. അപ്പം നല്ല സ്കോർ നേടാമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടോ? വിശ്വാസം. സ്ലോട്ട് 1 കഴിഞ്ഞാണോ? എങ്ങനെ ഉണ്ടായിരുന്നു? സ്ലോട്ട് 1 മോശമില്ല. ജനറൽ ടെസ്റ്റ് പൊതുവെ ഈസി ആയിരുന്നു, പക്ഷേ കുറച്ച് ലെങ്തി ആയിരുന്നു കാൽക്കുലേഷൻസ്, അതുകൊണ്ട് കുറച്ച് മിസ്സായി. അപ്പോൾ ഓവറോൾ CUETയുടെ ഒരു ടഫ്നെസ് മൊത്തത്തിൽ നടത്തിയതൊക്കെ വെച്ച് എന്തോ റേറ്റിംഗ് കൊടുക്കും ഒരു 10? ഒരു 6.5. ഏത് യൂണിവേഴ്സിറ്റി, ഏത് കോഴ്സ് പോകാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ BSc അഗ്രികൾച്ചർ നോക്കണം. ഏത് യൂണിവേഴ്സിറ്റിയിൽ? അങ്ങനെയല്ല, കോഴ്സാണ് പ്രധാനം, യൂണിവേഴ്സിറ്റി ഒക്കെ പിന്നെ അതും കുറവാണ്. എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഇല്ല BSc അഗ്രികൾച്ചർ. അപ്പം മൊത്തത്തിൽ CUET എക്സ്പീരിയൻസ് ഒരു 10 എത്ര റേറ്റിംഗ് കൊടുക്കും? അത് മൊത്തം എഴുതിയതും എല്ലാം വെച്ച്. ഡിഫിക്കൽട്ടി, അതുപോലെ എഴുതാനുണ്ടായ ബുദ്ധിമുട്ടുകളോ? ഹോൾ ടിക്കറ്റ് ഒക്കെ മാറിയിരുന്നോ? ഇല്ല, ഒക്കെ കുഴപ്പമില്ല. അപ്പോൾ 7, 10 7 കൊടുക്കും. ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയ പേപ്പർ? ഫിസിക്സ് ആയിരുന്നു. അപ്പോൾ ഏത് കോഴ്സ്, ഏത് യൂണിവേഴ്സിറ്റി? DUവിലാണ് നോക്കണേ. കോഴ്സ് തീരുമാനിച്ചില്ല. ഡൽഹി യൂണിവേഴ്സിറ്റി പഠിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പം ഏത് യൂണിവേഴ്സിറ്റിയിലേക്കാണ് ആഗ്രഹിക്കുന്നത്? ഡൽഹി യൂണിവേഴ്സിറ്റി, പിന്നെ അങ്ങനെ കുറേ യൂണിവേഴ്സിറ്റി കൊടുത്തിട്ടുണ്ട്. കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നുകൊണ്ട് എല്ലാം കയറി കൊടുത്തായിരുന്നു. ഏത് കോഴ്സാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത്?
കമ്പ്യൂട്ടർ സയൻസിലെ ബന്ധപ്പെട്ട കോഴ്സ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ ജേർണലിസം പോലത്തെ കോഴ്സ് കൊടുത്തിട്ടുണ്ട്. മിക്ക അധിക കോഴ്സിലും ഞാൻ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ CUET ഔട്ട് ഓഫ് 10 എത്ര റേറ്റിംഗ് കൊടുക്കും? CUET ഒരു മോഡറേറ്റ് ആയിട്ടുള്ളൊരു എക്സാമിനേഷനാണ്. വലിയ ടൈറ്റ്നെസ് ഒന്നും തോന്നിയില്ല ബാക്കി സബ്ജക്ട്സ് ഒന്നും. അപ്പം ഒരു 8 മൊത്തം നടത്തിയതൊക്കെ വെച്ചിട്ട്. അപ്പം സ്ലോട്ട് 1 കഴിഞ്ഞതാണോ? സ്ലോട്ട് 1 കഴിഞ്ഞതാണ്. കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷും ഫിസിക്സും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ്. പിന്നെ ജനറൽ ടെസ്റ്റ് ജനറൽ ടെസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? അതിന് ടൈം കുറച്ച് കുറവായിരുന്നു. എക്സാം ഈസിനെസ്സും ആയിരുന്നു സംഭവം, പക്ഷേ ടൈം കുറച്ച് കുറവായിരുന്നു. അതുകൊണ്ട് എല്ലാം കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ടൈം മാനേജ്മെന്റ് കുറച്ച് ബുദ്ധിമുട്ടി. അങ്ങനെ തന്നെ ടൈം കുറച്ച് സീനാണ്. അപ്പോൾ വിചാരിച്ച പോലെ തന്നെ അത്യാവശ്യം മഴയുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുട്ടികൾ കുറെ ആൾക്കാരൊക്കെ മഴ നനഞ്ഞുകൊണ്ടൊക്കെയാണ്. നമ്മൾ കുറച്ച് റിവ്യൂസ് ഒക്കെ എടുക്കാൻ പറ്റി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം പൊതുവേ എല്ലാവരുടെ അഭിപ്രായത്തിൽ കുറച്ച് ആൾക്കാർക്ക് മാത്സ് ബുദ്ധിമുട്ടായിരുന്നു, കുറച്ച് ആൾക്കാർക്ക് ഫിസിക്സ് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കുറച്ച് ആൾക്കാർക്ക് കെമിസ്ട്രി, അതുപോലെ ടൈം മാനേജ്മെന്റ് അവരെ നല്ലപോലെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇനി എക്സാം എഴുതാൻ പോകുന്നവർ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് മുമ്പേ പോയത് പറഞ്ഞ കാര്യങ്ങളാണ്. എല്ലാം തന്നെ മാനേജ് ചെയ്തുകൊണ്ട് തന്നെ ബേസിക്സ് ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ ബേസിക്സിലേക്ക് പോകുമ്പോൾ ഇതുപോലെ ഓരോ സ്ഥലത്തിന്റെയും റിവ്യൂസ് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക.